കേക്ക് ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാ. മമ്മി മമ്മി ഭയങ്കര ഹാർഡ് വർക്കറാ. ഞാൻ ഗോകുൽ വിജയുടെ അമ്മയുടെ കൂടെ ചേർന്നാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. അവിടെ ഭയങ്കര ജോളിയാ. അത് കൊള്ളാം. മമ്മി ഇന്ന് എന്താ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്? ഹായ്, ബേക്ക് ബീൻസും ചോക്ലേറ്റ് സൺഡേ കേക്കും. അയ്യോ അയ്യോ അയ്യോ, സോറി നിക്ക്. ഇതാണ് ഞാൻ പുതിയതായി കണ്ടുപിടിച്ച മെയിൽ ഓപ്പണിംഗ് മെഷീൻ. ആർക്കാണോ ലെറ്റർ വന്നിരിക്കുന്നത് അവരെ കണ്ടുപിടിച്ച് അവരുടെ കയ്യിൽ തന്നെ കൃത്യമായി ലെറ്റർ എത്തിക്കും. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത് ഡാഡി. എന്താ ഇത്? ന്യൂസിലാൻഡിൽ നിന്ന് വന്നതാ. ഡിയർ നിക്കി, നീ കുഞ്ഞിലെ ഇവിടെ വന്നപ്പോൾ എടുത്ത ഫോട്ടോസ് എല്ലാം ഞാൻ നിനക്ക് അയച്ചു തരുന്നു. അതെല്ലാം നീയും ഞാനും കൂടെ ഉള്ളതാണ്. നിന്റെ മുത്തശ്ശി ഏമി ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളത് നീ മറന്നു പോരുത്. ഒരു നിമിഷമേ, അകത്ത് വേറെന്തോ ഉള്ള പോലെ തോന്നുന്നല്ലോ. ഇതവിടുത്തെ ഡോളറാണ്. ഹായ്, ഇതെപ്പോഴും മുത്തശ്ശിയുടെ കഴുത്തിൽ കാണാറുണ്ട്. ഹായ്. ദൊറോത്തി, നീ ഇവിടെ എന്ത് ചെയ്യുവാ? ഗോകുലിന്റെ അമ്മയ്ക്ക് പകരമാണ് ഞാൻ വന്നത്. അവർക്ക് ശരീരത്തിന് സുഖമില്ലാത്രേ. ഇത് കൊള്ളില്ല. ഇതിൽ കലോറി കൂടുതലാ. ഓ, പക്ഷെ കുട്ടികൾക്ക് ഇത് വലിയ ഇഷ്ടമാണ്. ശരി, നമുക്ക് വേറെന്തെങ്കിലും ചെയ്യാലോ മോളി? അത് ഹായ് ഗേൾസ്, എന്റെ പുതിയ ഡോളർ ചെയിൻ കണ്ടോ നിങ്ങൾ? നല്ല ഭംഗിയുണ്ട്. ഇത് പച്ച കളർ പെൻഡൻ എന്റെ മുത്തശ്ശി ന്യൂസിലൻഡിൽ നിന്നും അയച്ചു തന്നതാ. ദാ, ഇതിൽ എഴുതിയിരിക്കുന്ന ഇൻഷ്യൽ തെറ്റാണല്ലോ. നിക്കി മോസസ് എന്ന് എഴുതുന്നതിന് പകരം ആർഎച്ച് എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. ആർഎച്ച് എന്ന് പറഞ്ഞാൽ റോബർട്ട് ഹൂം. അദ്ദേഹം ഒരു ഫേമസ് റൈറ്റർ ആണ്. നീ അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ? നീ എന്താ കളിയാക്കുകയാണോ? ന്യൂസിലാൻഡിനെ പറ്റി എനിക്കെന്തറിയാം. നമ്മൾ എന്ത് കഴിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഈ ചോക്ലേറ്റ് എല്ലാം തിരിച്ചു കൊടുത്തേക്കണം. ഇതിൽ ഷുഗർ വളരെ കൂടുതലാണ് ഉള്ളത്. അത് കുട്ടികളെ ഹൈപ്പർ ആക്റ്റീവ് ആക്കും. അവരുടെ പല്ലെല്ലാം ഓട്ട വീഴും. ചോക്ലേറ്റ് കഴിച്ചു എന്ന് വിചാരിച്ച് ആരുടെ പല്ലിന് കുഴപ്പം വരില്ല. മേഡം, നിങ്ങൾക്കുള്ള ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഇതൊന്നും വേണ്ട, കൊണ്ടുപോയിക്കോളൂ. പക്ഷേ ഇത് ഓർഡർ ചെയ്തിരുന്നതാണല്ലോ. ഞാനിപ്പോ ഇത് ക്യാൻസൽ ചെയ്തു. നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. മീറ്റ് പഫ്സ് കഴിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത് ദൊറോത്തി? അതിലെന്താണ് ശരിയുള്ളതെന്ന് പറയൂ. നാട്ടുംപുറത്ത് ഞാൻ ഇതൊക്കെ കഴിച്ചു തന്നെ വളർന്നത്. എന്റെ തടി കണ്ടാൽ അറിഞ്ഞൂടെ? അതിന് നിനക്ക് പൊക്കോ ഇല്ലല്ലോ. ഹലോ മോളി ആന്റി. ആന്റി കൊണ്ടുവന്ന ബേക്ക് ബീൻസ് വിത്ത് ചോക്ലേറ്റ് സൺഡേ കേക്ക് എനിക്ക് തരാവോ? എക്സ്ക്യൂസ് മീ, നീ വീട്ടിൽ ഇതുപോലെയുള്ള ആഹാരം കഴിക്കാറില്ലല്ലോ. എന്ത് പറ്റി നിനക്ക്? ഹായ് റോട്ട്നി. ഹായ് നിക്കി, ഇത് വളരെ നന്നായിട്ടുണ്ടല്ലോ. ഇതൊരു പെൻഡൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ തന്നതാ. ഓഹോ, വളരെ വേണ്ടപ്പെട്ട ആളോ? ഓഹോ, എന്തു പറ്റി? നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഏയ് ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ അത് ശരി, ഞാൻ പോകുന്നു. ഇനി നിങ്ങൾ ചോക്ലേറ്റ് ഒന്നും അയക്കണ്ട. ഞങ്ങൾ തൽക്കാലം വിൽപ്പന നിർത്തിയിരിക്കുക. നീ ചോദിച്ച ആ 2 സോസേജ് റോൾ എന്നാ? സോസേജ് റോൾസോ? അത് ആർക്കും കൊടുക്കരുത്. സോസേജ് റോളിൽ എന്താ കുഴപ്പം? അത് വളരെ നല്ലതല്ലേ. എന്താ? എക്സാക്ട്ലി. എനിക്കൊരു ബർഗർ തരാമോ? ഇന്നതൊന്നും തരാൻ പറ്റില്ല. എങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് താ. ശരി, അതൊക്കെ പോട്ടെ. ക്യാരറ്റ് ജ്യൂസ് ആർക്കെങ്കിലും വേണോ? ഇത് ശരിയാവില്ല. ഇവരെന്താ നമ്മള് ചോദിക്കുന്ന ഐറ്റംസ് ഒന്നും തരാത്ത? അയ്യോ, ഒരു കണക്കിന് എന്റെ മമ്മി പറയുന്നത് വളരെ ശരിയാ. അവർക്ക് ഫുഡിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അതിനെപ്പറ്റി മമ്മി ഒരു TV ഷോ തന്നെ നടത്തുന്നുണ്ട്. പിന്നെ നിന്റെ അമ്മ TV ഷോ നടത്തുന്നോണ്ട് ഞങ്ങള് പട്ടിണി കിടക്കണോ? അയ്യേ, നിന്റെ മമ്മി ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ എങ്ങനെയാ ശോഭി?
ഞാൻ പറയാം. അയ്യോ, മാഡം, കുട്ടികൾ പറയുന്നു ഇവിടെ ഒന്നും കഴിക്കാനൊന്നും കിട്ടുന്നില്ല എന്ന്. അതെ അതെ, അവർക്ക് ഇഷ്ടപ്പെട്ടതൊന്നും ഇവിടെ ഇല്ല. നോൺസെൻസ്. അവർക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. റൂമേഴ്സ് കെട്ടിങ്ങോട്ട് വരരുത്. ഈ കടയിൽ വിൽക്കുന്ന ആഹാരങ്ങളിൽ ഷുഗറും കൊളസ്ട്രോളും വളരെ കൂടുതലാണ്. അതൊക്കെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ കട ഓർഗനൈസ് ചെയ്ത് നടത്തുന്നത് പേരൻസ് ആണല്ലോ, എന്താ ശരിയല്ലേ? അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. നമ്മൾ വോളണ്ടിയേഴ്സ് മാത്രമല്ലേ? അതൊക്കെ ശരിയാണ്. ഇതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഈ സ്കൂളിലാണ്. നിങ്ങൾ പറയുന്നത് ശരിയാണ്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അയ്യേ, നിക്കി, ഡാഡി പറഞ്ഞു നിനക്ക് ന്യൂസിലൻഡിൽ നിന്ന് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടെന്ന്. ആ അതെ, അതൊരു ഗ്രീൻ സ്റ്റോൺ പെൻഡൻ. കാണാൻ വളരെ ഭംഗിയുള്ളതാണത്. അത് ഇവിടെ എവിടെയോ തന്നെ വീണിട്ടുണ്ടാവും. മമ്മി, നാളെ ഹെയർ ഡ്രസ് ചെയ്യാൻ പോവുകയാണല്ലേ? ഇപ്പൊ മമ്മിയുടെ മുടി കാണാൻ ഭയങ്കര വൃത്തികേടായിരിക്കുക. ചെറിയ വായിൽ വലിയ സംസാരം വേണ്ട ശോഭി. നാളെ ഞാൻ നിന്റെ സ്കൂളിലേക്കാണ് വരാൻ പോകുന്നത്. അവിടെ വന്ന് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനുള്ള രീതി ഞാൻ പറഞ്ഞു കൊടുക്കാൻ പോവാ. എന്തെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളുടെയൊക്കെ ആരോഗ്യ കാര്യത്തിൽ വളരെ ശ്രദ്ധയാണ്. മമ്മിക്ക് ഒരു കാര്യം അറിയാമോ? മമ്മി കാരണം സ്കൂളിൽ ഞാൻ വളരെ വൃത്തികെട്ട പേര് കേട്ടോണ്ടിരിക്കുക. ശോഭേ, നീ ആ സ്കൂൾ ഷോപ്പിൽ നിന്നും ചോക്ലേറ്റും ബർഗറും ഒക്കെ കഴിക്കുന്നുണ്ടോ? സാധാരണ ഞാൻ അങ്ങനെയൊന്നും വാങ്ങാറില്ല. പിന്നെ വല്ലപ്പോഴും ഒരു ബ്രെഡ് ജാം വാങ്ങി കഴിക്കും, അത്രേ ഉള്ളൂ മമ്മി, സത്യം. ശോഭി, ബ്രെഡും ജാമും ഒന്നും കഴിക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ നീയും മറ്റുള്ളവരെ പോലെ തടിച്ചു വീർത്തിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്കൊരു ഫ്രൈയും സോസും വേണം. സോറി, ഞങ്ങൾ അതിവിടെ വിൽക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം സാലഡും ക്രീമും കഴിക്കാം. ഞാൻ വല്ലതും പറഞ്ഞാ കൂടിപ്പോ. എനിക്കൊരു സ്റ്റിക്ക് ഐസ്ക്രീം തരുമോ പ്ലീസ്? അതിന്റെ കൂടെ നിനക്ക് ജ്യൂസ് വല്ലതും വേണോ? ഇവിടെ എന്ത് ഫ്ലേവറാ ഉള്ളത്? ക്യാരറ്റ്, മുസമ്പി, നാരങ്ങ സോഡ. എനിക്കൊരു ലെമണേഡ് തന്നാ മതി. ലെമണേഡ് ഇവിടെ ഇല്ലല്ലോ മോളെ. ലെമൺ ജ്യൂസ്. ലെമൺ ജ്യൂസോ? ഞാൻ എന്റെ മനസ്സ് മാറ്റി കഴിഞ്ഞു. ഹായ് നിക്കി, എന്താ ഇവിടെ ചെയ്യുന്നത്? എന്റെ പെൻഡൻ കാണാനില്ല. എല്ലാ സ്ഥലത്തും ഞാൻ തെരഞ്ഞു. ഞാനും കൂടി ഒന്ന് തെരഞ്ഞോട്ടെ. ഞങ്ങൾ അതെല്ലാം വിൽക്കുന്നത് മതിയാ. ഇങ്ങനെ പോയാ ഇവർക്ക് വല്ല പാഷാണോ ഞാൻ കലക്കി കൊടുക്കും. ഞാനൊരു കംപ്ലൈന്റ് എഴുതിയിട്ടുണ്ട്. ദാ നോക്ക്, തന്നെ 10 പേര് സൈൻ ചെയ്തിട്ടുണ്ട്. ഇനിത് ആദ്യം ഞാൻ സൈൻ ചെയ്യാം. എന്റെ മമ്മി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെയൊക്കെ നല്ലതിന് വേണ്ടിട്ടാ. ശോഭി, എന്റെ മമ്മിക്ക് ഒരു സങ്കടമേ ഉള്ളൂ, മറ്റുള്ളവർ എന്റെ മമ്മിയെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന്. അതെയോ? അപ്പൊ എനിക്കൊരു നല്ല ഐഡിയ തോന്നുന്നുണ്ട്, പറയട്ടെ. നമ്മൾ ഇന്നലെ ഫുൾ ഡേ ഇവിടെ ഉണ്ടായിരുന്നിട്ടും 5 രൂപ 55 പൈസക്കേ ബിസിനസ് നടന്നിട്ടുള്ളൂ. എന്താ ഇത്? ബിസിനസ് പിക്കപ്പ് ആയിക്കോളും. പ്ലീസ് ദൊറോത്തി, അറ്റ്ലീസ്റ്റ് നമുക്ക് കേക്കെങ്കിലും വിൽക്കാൻ തുടങ്ങിക്കൂടെ? കേക്ക് കഴിക്കുന്നതിനേക്കാളും കുട്ടികൾ ജ്യൂസ് കുടിക്കുന്നതല്ലേ നല്ലത്. അതിവിടെ എവിടെയെങ്കിലും തന്നെ കാണും. എനിക്ക് കിട്ടി. ഇതല്ലേ? അല്ലേ? അപ്പോ നീ തിരയുന്നത് ഇതല്ല അല്ലേ? അതിന് കിട്ടുമെന്ന വിശ്വാസമേ എനിക്കില്ല. അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആളാണോ ഇത് തന്നത്? അത് തന്നത് വളരെ വളരെ വേണ്ടപ്പെട്ട ആളാണ്. ഓ, മനസ്സിലായി.
പറയും. നീ തന്നെ സംസാരിക്ക്. എല്ലാം നീ തന്നെ അല്ലേ വരുത്തി വെച്ചത്. ഹലോ മാഡം, നിങ്ങൾ ടീ ടൈം വിത്ത് ഡൊറോത്തി പ്രോഗ്രാം ചെയ്യുന്ന ആളല്ലേ? ഡൊറോത്തി മാഡം. അതെ, ഞാന് ഡൊറോത്തി. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഞാൻ ഹെൽത്തി ഫുഡിനെ ആദരിക്കുന്ന ഒരാളാ. നമ്മളത് ആലോചിച്ചതേയില്ല. മമ്മിയുടെ മുമ്പിൽ ഒരു ക്യാമറ വന്നപ്പോ എങ്ങനെ അഭിനയിക്കുന്നെന്ന് നോക്ക്. ഈ കടയിൽ നിന്നും ഷുഗർ ഒരുപാടുള്ളതും കൊളസ്ട്രോൾ ഒരുപാടുള്ളതുമായ ഭക്ഷണമാണ് കുട്ടികൾ കഴിച്ചുകൊണ്ടിരുന്നത്. ഇനി അങ്ങനെ സംഭവിക്കില്ല. കുട്ടികൾക്ക് ഇനി അത്തരം ഭക്ഷണം കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ കൂടെ നിൽക്കുന്നവരെ പോലെയല്ല, എനിക്ക് കുട്ടികളുടെ ആരോഗ്യമാണ് പ്രധാനം. എനിക്കിനി അതൊന്നും സഹിക്കാൻ പറ്റില്ല. ലാ 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 ലാ. ഇത് നിക്കിയുടെ കയ്യിലുണ്ടായിരുന്ന ഡോളർ പോലെ തന്നെ ഉണ്ടല്ലോ. ഇത് അവക്ക് വാങ്ങിക്കൊടുത്താൽ എന്താ? ഇതാരുടെയോ കയ്യിൽ നിന്ന് കുറെ മാസങ്ങൾക്ക് മുമ്പ് വാങ്ങിയതാണ്. വളരെ നന്നായിട്ടുണ്ടല്ലേ. പക്ഷേ ഇത് കണ്ടാൽ നിക്കിയുടെ ഡോളർ പോലെ തന്നെ ഉണ്ട്. ഇത്രയും വിലയോ? ഇപ്പോ അമ്മേ, വിശക്കുന്നു, എന്തുണ്ട് കഴിക്കാൻ? നിനക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ബർഗർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഹായ്. പക്ഷേ ഡൊറോത്തിക്ക് മാത്രം അറിയില്ല ആഹാരം രുചിയുള്ളതും ആരോഗ്യത്തിന് ഗുണമുള്ളതും ആയിരിക്കണമെന്ന്. പാവം. വിരോധം ഇല്ലെങ്കിൽ നാളെ സ്കൂളിൽ ഈ ബനാന ബർഗർ തന്നെ തന്നേക്കണേ മമ്മി. ഇത് വളരെ നല്ല ഐഡിയ ആണല്ലോ. ശരിക്കും നോക്കിയാൽ ഇതെല്ലാം വളരെ ഹെൽത്തിയായ ഫുഡ് തന്നെയാണ്. 40, 41. ഇവിടെ ഒന്നുണ്ട്. ഓ, മരം മുറിക്കുന്ന ജോലിയോ? 500 രൂപയാണ് ശമ്പളം. ഓക്കെ. ഹായ്, നല്ല മണം. എനിക്ക് കൊതി വരുന്നു. കൈയെടുക്ക്. നിങ്ങൾ എനിക്ക് ഹെൽപ്പ് ചെയ്യേണ്ടതല്ലേ? നിങ്ങൾ മാത്രം കഴിച്ചാൽ എങ്ങനെയാ? നീ നേരത്തെ തന്നെ 2 എണ്ണം കഴിച്ചു കഴിഞ്ഞു ഗ്രേസി. അയ്യേ, എന്താ ഇത്? ഈ കോൺഫ്ലെക്സ് എന്താ ഓറഞ്ച് നിറത്തിലിരിക്കുന്നത്? അത് ക്യാരറ്റ് മിക്സ് ചെയ്തതാ. ശരീരത്തിന് വളരെ നല്ലതാ. അയ്യോ, നാളെ ഇനി എന്തുണ്ടാക്കി തരുമോ എന്തോ. മമ്മി തന്നെയാണോ ഇന്ന് ഞങ്ങളുടെ ക്യാന്റീനിലേക്ക് വരാൻ പോകുന്നത്? അതെ, നമ്മൾ എന്ത് തന്നെ ആരംഭിച്ചാലും നമ്മൾ തന്നെയല്ലേ അത് അവസാനിപ്പിക്കേണ്ടതും. പിന്നെ കുട്ടികളുടെ ആഹാര രീതി എന്ന തലക്കെട്ടിൽ ഞാനൊരു സ്പെഷ്യൽ പ്രോഗ്രാം ടിവിയിൽ ചെയ്യുന്നുണ്ട്. ഓ, ഈ വീട് തന്നെ. ഓ, താങ്ക്സ് അമ്മച്ചി. ഇന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? താങ്ക്സ്. എനിക്കൊരു ചീസ് ബർഗർ വേണം. ദാ ഇപ്പോ റെഡിയാക്കി തരാം. താങ്ക് യു.
ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? നിങ്ങൾ വളരെ മിസ്റ്റേക്കാണ് ചെയ്യുന്നത് മോളി. എനിക്കിതൊരു മിസ്റ്റേക്ക് ആയിട്ട് തോന്നുന്നില്ലല്ലോ. അവര് സ്കൂളിലെ കാശുണ്ടാ ഇതൊക്കെ ചെയ്യുന്നത് അറിയാമോ? ഇല്ല മാഡം, നിങ്ങൾ വിചാരിക്കുന്നത് തെറ്റാണ്. അവർ ഇതിൽ നിന്ന് സമ്പാദിക്കുന്ന പണം സ്കൂളിലേക്കാണ് തരുന്നത്, അറിയാമോ? ഇത് ഞാൻ വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട, കണ്ടോ? 5, 6 അപ്പോ ഏകദേശമായി. ബാക്കിക്ക് ഈ വാക്ക്മാൻ വെച്ചോളൂ. നിങ്ങളുടെ ഹെൽത്ത് സർട്ടിഫിക്കറ്റും ട്രീറ്റ്മെന്റ് ലൈസൻസും ഒന്ന് തരാമോ? ഇതൊരു ബിസിനസ് അല്ല മാഡം, ഇത് സ്കൂളിന് വേണ്ടി ഫണ്ട് ഉണ്ടാക്കാനാ. അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല മാഡം. ആദ്യം നിങ്ങൾ സർട്ടിഫിക്കറ്റ് കാണിക്കൂ. ഞങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ വേറെ വഴിയൊന്നുമില്ല. നിങ്ങളുടെ ഈ ബിസിനസ് പെട്ടെന്ന് ക്ലോസ് ചെയ്തോളൂ. നിന്റെ മമ്മിയുടെ ശല്യം സഹിക്കാൻ വയ്യതായി. അറ്റ്ലീസ്റ്റ് ഇനിയും വരില്ലല്ലോ എന്നോർത്ത് നീ സന്തോഷിക്കേ. അതാ വേണ്ടത്. അതുകൊണ്ടാ ഞാനും എന്റെ മമ്മിയും ചേർന്ന് ബർഗർ വിൽക്കാൻ തുടങ്ങിയത്. എന്താ നീ പറയുന്നേ? സത്യം ഗ്ലോറിയ, ഇന്ന് രാത്രി ഞാനാ ഡിന്നർ ഉണ്ടാക്കാൻ പോകുന്നേ. എനിക്ക് പുതിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഷോബി, നമ്മുടെ വീട്ടിൽ തന്നെ ഷൂട്ടിംഗ് നടക്കുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ് അല്ലേ? ഓക്കെ, ഞാൻ ഇപ്പൊ ചിരിക്കാം. ഞാൻ റെഡിയായി കഴിഞ്ഞു മമ്മി. ഗുഡ് ഈവനിങ് വ്യൂവേഴ്സ്. ഇന്ന് നമ്മൾ കുട്ടികളുടെ ആഹാരത്തെ കുറിച്ചുള്ള ഒരു പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ആ ഷോയിൽ പങ്കെടുക്കാൻ പോകുന്നത് എന്റെ മകൾ ഷോബിയാണ്. അവളെ ഞാൻ വിളിക്കാം ഷോബി. എനിക്ക് കുറച്ചു നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ടിവിയിൽ അഭിനയിക്കണമെന്ന്. എന്റെ മമ്മി അത് നിറവേറ്റി തന്നു. ഇത് കണ്ടോ? ഇന്ന് നമ്മൾ ഹെൽത്തി ഫുഡിൽ കാണാൻ പോകുന്നത് ഡിലൈറ്റ്ഫുൾ ബർഗറാണ്. ആ ബർഗറിന്റെ വാസന സൂപ്പർ ആയിട്ടുണ്ടല്ലേ? അത് ശരിക്കും ഒരു ഹെൽത്തി ഫുഡ് തന്നെയാണ്. എന്റെ മകളത് വളരെ നന്നായി പാചകം ചെയ്തിരിക്കുന്നു. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇത് സൂപ്പർ ആയിട്ടുണ്ട് ഷോബി. ഓ സൂപ്പർ തന്നെ. മാത്രമല്ല വളരെ ടേസ്റ്റിയുമായിരിക്കുന്നു. മമ്മി അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്താന്ന് വെച്ചാൽ ഞാനും എന്റെ മമ്മിയും കൂടി സ്കൂളിൽ സെയിൽ ചെയ്ത അതേ ബർഗർ ആണല്ലോ. ഞങ്ങളുടെ കട നിങ്ങൾ ക്ലോസ് ചെയ്തു അല്ലേ ദൊറോത്തി ആന്റി? ഇനിയും ഇത് കുട്ടികൾ കഴിക്കുന്നത് തെറ്റാണെന്ന് മമ്മിക്ക് പറയാൻ പറ്റുമോ? ഇത് സ്ഥിരം കഴിക്കരുതെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഹായ് നിക്കി, അത് ഇതെന്താണെന്ന് നോക്കിയേ. ഹായ്, ഇത് എന്റെ പെൻഡന്റ്. താങ്ക്സ് റോട്ട്നി. അയ്യോ, ഞാൻ ചെയ്തത് തെറ്റാണ്. ഞാനത് സമ്മതിക്കുന്നു. ഇനി ഒരിക്കലും ഞാൻ ആവർത്തിക്കില്ല. എനിക്കൊരു ബർഗർ തരൂ. കുറച്ച് സോസ് കൂടി ഒഴിച്ചു തരട്ടെ? വേണ്ട, അങ്ങനെങ്കിൽ തന്നാ മതി. നമ്മൾ രണ്ടുപേരും ചേർന്ന് നിന്റെ മമ്മി ഒരു വഴിയാക്കി. ഞാൻ അല്ലെങ്കിലും ചെയ്യുന്നത് ശരിയാ. ഇതൊരു ചെറിയ കാര്യമല്ലേ? ഏയ് റോട്ട്നി, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ഇത് നിനക്ക് എവിടെ നിന്നാ കിട്ടിയത്? അത് താഴെ കിടന്നു, അത്രേ ഉള്ളൂ. അത്
ഇതിപ്പോ ചെറുതായി പോയല്ലോ റോട്ട്നി. അത് 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 പിന്നെ മഴ പെയ്തില്ലേ, അപ്പോ വെള്ളം നനഞ്ഞ് ചുരുങ്ങിപ്പോയതായിരിക്കും, അത്രേ ഉള്ളൂ. റോട്ട്നി, ന്യൂസിലാൻഡിലുള്ള എന്റെ മുത്തശ്ശിയാണ് എനിക്കിത് തന്നത്. ഓ അതെയോ? പക്ഷെ ഇത് അതിനേക്കാൾ സ്പെഷ്യൽ ആയിട്ടുള്ളതാ. താങ്ക്സ്. ഡോറോത്തി ആന്റിക്ക് ഒരിക്കലും എന്റെ മമ്മി ഉണ്ടാക്കിയ ബർഗർ കൊള്ളില്ല എന്ന് പറയാനേ പറ്റില്ല. ആരെ കൊണ്ട് പറ്റും? എന്റെ അഭിപ്രായത്തിൽ അതാണ് ബെസ്റ്റ് ബർഗർ ഇൻ ദ വേൾഡ്. നിന്റെ അഭിപ്രായം എന്താണ് ഗ്രേസി?